നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. നറുമലരുകൾ വിരിയുന്ന പുതുവസന്തം നിറയുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കൊപ്പം ആദ്യമായൊരു കാനന യാത്ര. എല്ലാരും റെഡിയല്ലേ? ദാ നമ്മുടെ പ്രിയപ്പെട്ട കാട്ടിലെ കൂട്ടുകാർ. ഒരു വിധത്തിലാ സിനിമയ്ക്ക് പോകാൻ പപ്പ സമ്മതിച്ചു. ഞാനേ ആദ്യമേ ഒരു നമ്പർ ഇട്ടു. എന്ത് നമ്പർ? ഒറ്റ കരച്ചിലെന്ന് വെച്ചാലേ കരച്ചിലോട് കരച്ചില്ലേ. ഞാൻ എത്ര കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട, അത്ര തന്നെ. മോട്ടുവിന്റെ വീട്ടിൽ അത്ര സ്ട്രിക്റ്റ് ആണോ? ആ, ചില കാര്യങ്ങൾക്ക് ഞാൻ എന്തോരം പറഞ്ഞിട്ടാ സമ്മതിച്ചെന്നറിയോ? മോട്ടു, ഞാൻ വേണമെങ്കിൽ മോട്ടുവിന്റെ പപ്പിയോട് പറയാം കേട്ടോ. ഓ വേണ്ട പപ്പീസേ, പപ്പ പറഞ്ഞത് ഒരു അവധി ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി സിനിമ കാണാന്നാ. കുടുംബത്തോടെ പോകുമ്പോ നമ്മള് പിള്ളേര് ഒറ്റയ്ക്ക് പോകുന്ന ത്രില്ല് കിട്ടില്ല. അത് നേരാ, അവരുടെ നിയന്ത്രണത്തിലായിരിക്കില്ലേ നമ്മള്. പിന്നെ അവരല്ലേ നമ്മളെ നിയന്ത്രിക്കേണ്ടത്. മോട്ടു, അവരുടെ നിയന്ത്രണം നമുക്ക് നല്ലത് തന്നെ. പക്ഷെ നമ്മള് കമ്പനി കൂടി പോകുമ്പോ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ, അവരനുസരിക്കാതെ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ. മോട്ടു 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 ഉപദേശിക്കുന്നു വേണ്ട കേട്ടോ. ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വിടാത്തതിന്റെ അസൂയല്ലേ നിനക്ക്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഞാൻ പോവാ. ഉപദേശി എപ്പ നോക്കിയാലും ഒരു ഉപദേശം. അതെ അതെ, എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഉടക്കമായിട്ടിങ്ങ് വന്നോളൂ. അല്ല ഓഫീസേ, ടിക്കറ്റ് എടുക്കാനുള്ള പണം അതൊക്കെ ഞാൻ കരഞ്ഞു വാങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്നോട് എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കിക്കോളെന്നാ പറഞ്ഞത്. എന്റെ ഒരു എവിടുന്നെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല തട്ടിപ്പും കാണിച്ച് കുടുങ്ങാനാണെങ്കിൽ എന്നെ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ ഞാൻ തൽക്കാലം നിർത്തി. പണം അത് എങ്ങനെങ്കിലും കണ്ടെത്തും. എങ്ങനെയെങ്കിലും എന്ന് വെച്ചാ എങ്ങനെയെങ്കിലും. അതിനാ ഒരു പറയുന്നത് ഉടായ്പിലൂടെ ഉണ്ടാക്കുക എന്ന്. ഉടായ്പെങ്കിൽ ഉടായ്പ്. എങ്കിൽ വാ, ഉടായ്പയ്ക്ക് ഉടായ്പ്. ഈ പാലാണ് ഒടിഞ്ഞു ഒടിഞ്ഞു. ഈശ്വരാ, ഈ ഭരണം മാറിയിട്ട് പുതിയൊരു പാലം വന്നില്ലല്ലോ. ഒക്കെ വരും, എല്ലാം ശരിയാകും. എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? അവസാനം ഈ തൂക്കുപാലം ഇപ്പോഴും ഡബിൾ കയറണം. നോക്കി പോണേ. ഓ, താര പാട്ടും പാടി വരുന്നേ. മക്കളെ എങ്ങോട്ടാ? പിന്നെ സാറേ ഒരു പരുങ്ങൽ. സാറേ, ഞങ്ങളൊരു സിനിമ കാണാൻ പോവാ. സിനിമ കൊള്ളാമല്ലോ സാറേ. ഞാൻ പിന്നെ എന്താ വീട്ടിൽ പറഞ്ഞിട്ടല്ലേ പോരുന്നത്? എന്തിനാ കിടന്ന് പരുങ്ങുന്നത്? അതെ സാറേ, പറഞ്ഞിട്ടാ വരുന്നത്. പിന്നെ എന്നോട് പറയാൻ എന്താ ഒരു സിനിമയ്ക്ക് എന്ന് പറയാൻ അവന് മടിയായത് കൊണ്ടായിരിക്കും. സിനിമയ്ക്ക് പോകുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ടാണ്. വീട്ടിൽ നിന്ന് പപ്പയും മമ്മയും സമ്മതിച്ചാ സാറേ. അല്ല, സാർ എങ്ങോട്ടാണാവോ? ടൗണിൽ പോകാം, ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. ഞങ്ങളും ടൗണിലേക്കാ. എന്നാൽ എന്റെ കൂടെ പോരെ? അയ്യോ സാർ, വണ്ടിക്കല്ലേ. ഞങ്ങൾ ഇതിലെ ജാനകിക്കാടും കടന്ന് ഷോട്ട് ചാടും. ഓഹോ, അപ്പൊ വണ്ടിക്കൂലിയും ലാഭം. ഈ ലാഭം എന്തു ചെയ്യാനാ പരിപാടി? ഫാസ്റ്റ് ഫുഡിൽ കയറി. അത് ശരി.
ദേ മക്കളെ, ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ജീവിതത്തിലേക്ക് രോഗം വിളിച്ചു വരുത്തും. നമ്മളെ അവിടേക്ക് ആകർഷിക്കാൻ പലതരം മായങ്ങളും ചേർത്താ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ, അത് ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഭക്ഷണശാലകളിൽ നിന്നാകരുത്. എന്റെ ബസ് വന്നു, ഞാൻ പോയിക്കോട്ടെ. ശരി സാർ. ഓക്കേ. സിനിമയൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു വാ. താങ്ക് യു സാർ. അല്ല, വമ്പൻ സാറ് പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. അത് ശരിയാ. നമുക്ക് ആ ഭക്ഷണ പരിപാടി അങ്ങ് ഒഴിവാക്കാം. ആയിക്കോട്ടെ. എന്താ? ഒരു പാവത്തിന് എന്തോ വയ്യായിട്ടുണ്ട് കേട്ടോ. അതെ, അതെ. അമ്മാവാ എഴുന്നേൽക്ക്. പതുക്കെ പതുക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. എഴുന്നേൽക്ക്. നമുക്ക് വരെ ആശുപത്രി കൊണ്ടുപോയാലോ? ഓ, അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ആശുപത്രി പോകാം അമ്മാവാ. ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയാ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും തല കറങ്ങി. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ട് വാ. വലിയ ഉപകാരം മക്കളെ. പതുക്കെ നടക്കാം. പിടിച്ചോളൂ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല അമ്മാവാ. ഓ, ആശുപത്രി പോയി. ആ പാപ്പനെ നമ്മൾ തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. അത് നേരാ. പക്ഷേ എന്താ ഒരു പക്ഷേ? സിനിമ അതൊന്നും സാരമില്ല കോരു. അതല്ല, ഇനി ആ മോട്ടിന് മൂത്ത് എങ്ങനെ നോക്കും? ഓ, അത് നേരാണല്ലോ. സിനിമ കഥ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമ്മൾ ചെയ്ത ഈ കാര്യങ്ങളൊന്നും മോട്ട് വിശ്വസിക്കില്ല. അത്ര ബെസ്റ്റ് പേരല്ലേ നമുക്ക് കാട്ടിലുള്ളത്. കയ്യിലാണെങ്കിൽ 5 പൈസയുമില്ല. ഉള്ള പണം ഹോസ്പിറ്റലിൽ ചെലവാക്കുകയും ചെയ്തു. അത് നേരാണല്ലോ. സമയം എങ്ങനെയെങ്കിലും കണ്ടെത്താം. പക്ഷെ പണം വീട്ടിൽ പറഞ്ഞ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അവരും വിശ്വസിക്കില്ല. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. കാര്യം പറ. ചെറിയൊരു ഉടായ്പിലൂടെ നമുക്ക് പോയി പണം കിട്ടും. ആ ഉടായ്പ എന്താണെന്ന് പറയൂ. ഇത് നമ്മൾ ഇത്ര ദൂരെയല്ലേ? അതെ, അതുകൊണ്ട് ഇവിടത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെറിയൊരു ഓപ്പറേഷൻ. ഓപ്പറേഷനോ? മനസ്സിലായില്ല. ചെറിയൊരു കളവ്. അയ്യേ, അതൊക്കെ മോശമല്ലേ കോരു? മോശമൊക്കെ തന്നെ. പക്ഷെ ആ മോട്ടിനോട് നമ്മൾ എന്തു പറയും? പിന്നെ വീട്ടിൽ എന്നാലും കളവെന്നൊക്കെ പറഞ്ഞ എന്നാലുമില്ല. നമ്മളെ ആർക്കും അറിയില്ല, നമ്മളെ ആരും അറിയുകയുമില്ല. പിന്നെന്താ പ്രശ്നം? മോട്ടുവിന്റെ മുമ്പിൽ മാനം രക്ഷിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എങ്കിൽ വാ, സമയം കളയണ്ട. ശരി. അത് നടന്നു വിട്ടാൽ വഴി മാറും. പറ്റിയ വീടൊന്നും കാണുന്നില്ലല്ലോ. നോക്കി. ഇത് കൊള്ളാം. ഇത് കൊള്ളാമല്ലോ. ഇവിടെ ആക്കിയാലോ? സ്ഥലമൊക്കെ കൊള്ളാം, പക്ഷെ പുറത്ത് പാള കെട്ടേണ്ടി വരും കേട്ടോ. അതെന്താ? അപ്പാറമ്പിലേക്ക് നോക്കിക്കേ. കണ്ട കണ്ട കണ്ട, നമ്മുടെ ലംബോസിംഹമാണത്. ആള് റിട്ടയർഡായെന്നേ ഉള്ളൂ. നല്ല ആരോഗ്യമായി ഇപ്പോഴും ആ കൈത്തണ്ടയ്ക്ക്. കണ്ട, വെറുതെ ഇരിക്കാനൊന്നും അങ്ങോർക്ക് പറ്റത്തില്ല. കണ്ട 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 കണ്ട, ഞാൻ പറഞ്ഞത് എന്തായി? സംഗതി എന്നാ വാ, വേഗം എസ്കേപ്പ് ആകാൻ നോക്കാം. പരിസരം നോക്കാതെ കയറിയിരുന്നേ പപ്പീസ പുറം പൂരപ്പുറം പയ്യന്. നെക്സ്റ്റ് ഹൗസ്. ഓക്കേ, കം ഓൺ. വാ വാ. ഇത് കണ്ടോ? പാതി തുറന്നൊരു വീട്. ചിലപ്പോ അകത്ത് എവിടെയെങ്കിലും ആളുണ്ടായിരിക്കുമോ? അന്വേഷിച്ച് മടുത്തു. നമുക്കൊന്ന് കയറി നോക്കാം.
അനക്കവുമില്ല, ഒരു കൈ നോക്കിക്കളയാം. പപ്പീസേ നീ പുറത്തോടെ നിൽക്ക്, ഞാൻ അകത്ത് കയറി നോക്കാം. ശരി. ഞാനേ അകത്ത് കയറി നോക്കട്ടെ. പപ്പീസേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നീ സിഗ്നൽ തരണം കേട്ടോ. എനിക്കെന്തോ ഒരു പേടി. മോട്ടുവിനോട് പറയേണ്ട കാര്യം ഓർത്തോ, അപ്പൊ പേടിയൊക്കെ പോകും. ശരി ശരി ശരി, എന്നാ വേഗം കയറി ചെല്ലി ചെല്ലി. ആരെങ്കിലും വരണ്ടോ? പോയിട്ട് വേഗം വാ. ആരും വരാതിരുന്നാ മതിയായിരുന്നു. ഈ വീടിന്റെ ചുറ്റും വഴിയാണല്ലോ. ഈ വഴിയിൽ ഞാനും എന്തായി കാണിക്കുന്നേ? എന്താ കോരു, എന്താ എന്ത് പറ്റി? അതിനിത് വമ്പൻ സാറിന്റെ വീടല്ലല്ലോ, പിന്നെന്താ? നിക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. ഓരു നിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങളെ എനിക്ക് മനസ്സിലായി. നിൽക്കുന്നതാ നല്ലത്. മര്യാദയ്ക്ക് പറയുന്ന കേൾക്ക്. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് കേറി നിൽക്ക്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇവിടെ കയറിയത്? നിങ്ങൾ സിനിമയ്ക്ക് പോയതല്ലേ? കരയാതെ കാര്യം പറ. ഈ വീട്ടിലെ അപ്പാപ്പൻ എവിടെയില്ല, ആശുപത്രിയിലാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സാറേ, ഞങ്ങള് ബോട്ടിക്കാൻ വേണ്ടി കയറിയതാ, പക്ഷെ സാറ് ഇവിടെ. ഇത് ഗംഭീറിന്റെ അപ്പാപ്പന്റെ വീടാ. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാ. ആ അപ്പാപ്പന് അസുഖം അല്പം കൂടുതലാ. യാദൃശ്ചികമായി അപ്പാപ്പനെ ആശുപത്രിയിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പാപ്പന്റെ പഴയ പ്രിസ്ക്രിപ്ഷനും ബ്ലഡ് റിസൾട്ടും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഡോക്ടർ പറഞ്ഞു. അതെടുക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ സാറേ, അപ്പാപ്പനെ ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളാ സാറേ. നിങ്ങളോ? അതെ സാറേ, ഞങ്ങള് സിനിമ കാണാൻ പോകുമ്പോ വഴിയിൽ കിടക്കണ കണ്ട അപ്പാപ്പനെ ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങള് രണ്ടും കൂടിയാ. എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഈ വീട്ടിൽ കയറിയത്? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് അപ്പാപ്പന്റെ വീടാണ്. അതല്ല, നിങ്ങൾ എന്തിനാ മോഷ്ടിക്കാൻ കയറിയതെന്നാ ഞാൻ ചോദിച്ചത്. എല്ലാം പറയാം സാറേ, ഞങ്ങളെല്ലാം പറയാം. അപ്പോ അതാണ് കാര്യം. നിങ്ങൾ മോട്ടുവിനെ ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ചെയ്ത പണി. സാറേ, ഞങ്ങള് തെറ്റ് ചെയ്തു പോയി സാറേ, ചെയ്തു പോയി സാറേ. സാരമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. ഞങ്ങള് വരുന്നുണ്ട് സാറേ, സാറിന്റെ ഒപ്പം ആശുപത്രി. അതൊക്കെ പിന്നീടാവാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ. നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി മാത്രം ഈ സമൂഹം അറിഞ്ഞാൽ മതി. രണ്ടാമത് ചെയ്തത് ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് കരുതുക. ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഫയൽ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കട്ടെ. ശരി സാറേ. മക്കളെ, ധൃതിയിൽ വീട് പൂട്ടാൻ മറന്നുപോയല്ലോ. സാരമില്ല സാറേ, വീട് പൂട്ടി താക്കോല് ഞങ്ങള് സാറിനെ ഏൽപ്പിച്ചോളാം. എങ്കിൽ ശരി. അപ്പൊ മക്കളെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഭവ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്തു നിന്നും പോകാം ടിങ്കുവിന്റെ കുസൃതി വിരുന്നിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് കൂട്ടുകാരെ. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു ഇന്ന് കൂട്ടുകാരെ മറന്നെന്ന്. ഇല്ല, ഒരിക്കലും മറക്കില്ല. ആട്ടെ,
ടിങ്കു എങ്ങനെയാണ് ഈ കഴിഞ്ഞ അവധിക്കാലം ചെലവഴിച്ചത്? ഞാന് ഏ. ചില ക്യാമ്പിനൊക്കെ പോയി, ചില ക്യാമ്പുകൾക്കൊക്കെ പോയെന്നാ പറയുന്നേ. പിന്നെയോ? ചില വിരുന്നൊക്കെ പോയി, വിരുന്നിനെല്ലാം പോയി. പിന്നെയോ? ചില ക്ലാസ്സിനെല്ലാം പോയി. എന്ത് ക്ലാസ്സിനൊക്കെയാ പോയത്? സംഗീതം പഠിക്കാൻ. സംഗീതം പഠിക്കാൻ വേണ്ടി പോയോ? പിന്നെയോ? ചിത്ര ക്ലാസ്. ചിത്രം വരയ്ക്കാൻ. കൂട്ടുകാർ ഇതുപോലെ കഴിഞ്ഞ അവധിക്കാലം വളരെ സന്തോഷകരമായി വിവിധ പ്രോഗ്രാമിനൊക്കെ പോയി കാണും അല്ലേ? അത് ഞങ്ങൾ അറിവായിട്ടുണ്ട്. ഓക്കെ, ടിങ്കു ക്യാമ്പിന് പോയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കഥ പഠിച്ചു, പാട്ട് പഠിച്ചു. പാട്ടുകളൊക്കെ പഠിച്ചു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാമോ? നല്ല പാട്ട് പാടാം. നല്ല പാട്ട് പാടാമെന്നാണ് പറയുന്നത്. ഓക്കെ, ടിങ്കു നമുക്ക് വേണ്ടി ഇപ്പം നല്ല മനോഹരമായ ഒരു പാട്ട് പാടുന്നതായിരിക്കും. 1 2 3 പറയണമെന്നാണ് പറയുന്നത്. ടിങ്കുവിന് എപ്പോഴും എന്ത് കാര്യം ചെയ്യണമെങ്കിലും 1 2 3 പറയണം. ശരി, ഞാൻ പറയാൻ പോവാണ് കേട്ടോ. പക്ഷേ പണ്ട് ചെയ്തതുപോലെ ചാടിക്കേറി പറയരുത്. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി? 1. നിന്നോടല്ലേ പറഞ്ഞ അങ്ങനെ ചെയ്യരുതെന്ന്? സോറി. ഓക്കെ, റെഡി? 1 2. പിന്നെയും തെറ്റിക്കുക അല്ലേ? എടാ, നീ നല്ല അനുസരണമുള്ള കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഞാൻ നല്ല അനുസരണമുള്ള കുട്ടിയാണ്. ആണോ? മോശം. അങ്ങനെ പറയരുത് കേട്ടോ. അങ്കിൾ എന്ത് മോശമാവാനാ? അങ്കിളല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ. സോറി അങ്കിൾ. ഓക്കെ, കുഴപ്പമില്ല. റെഡി? അപ്പം ഇനി ഞാൻ 1 2 3 എന്ന് പറയുമ്പം പാട്ട് പാടിക്കോണേ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പിന്നെയും ചാടിക്കേറി പറയുകയാണോ? പാട്ട് പാടിയേ. ഓക്കെ. കൂട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, കൊട്ടുംകോടി നടക്കാൻ കുഞ്ഞിക്കൈയിൽ മേടിക്കാൻ കോട്ടിനായുണ്ട് യേശുനാഥൻ, കോട്ടിനായുണ്ട് യേശുനാഥൻ, കോട്ടിനായുണ്ട് യേശുനാഥൻ. നല്ല പാട്ടാണല്ലോ പാടിയത്. നല്ലൊരു സന്ദേശവും അതിലുണ്ട്. എനിക്കറിയാം. ഓക്കെ, എന്ത് സന്ദേശം അതിലുണ്ടായിരുന്നത്? കൂട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? എന്താ അറിഞ്ഞോന്ന് ചോദിക്കുന്നത്? കൂട്ടും കൂടി നടക്കാൻ, നമ്മുടെ കൂടെ നടക്കാൻ, കുഞ്ഞിക്കൈയിൽ പിടിക്കാൻ നമ്മുടെ കൂടെ നടക്കാനും കുഞ്ഞിക്കൈയിൽ പിടിക്കാനും കൂട്ടിനായിട്ടൊരാളുണ്ട്. ആരാന്നാ പറഞ്ഞത്? യേശുനാഥൻ. യേശുനാഥൻ. യേശു ആരാണെന്നറിയാമോ? അറിയാം. ആരാ? ദൈവത്തിന്റെ പുത്രൻ. അതെ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. നമ്മുടെ സഹായകനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ കൂട്ടാണ്. അറിയാമോ, ശിഷ്യന്മാർ യാത്ര ചെയ്തപ്പോൾ വലിയൊരു ആപത്ത് അവരുടെ മുമ്പിൽ വന്നു. എനിക്കറിയാം. എങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ്? പടകിൽ യാത്ര ചെയ്തപ്പോൾ അല്ലേ? എന്ത് സംഭവം അവിടെ ഉണ്ടായത്? വലിയ കാറ്റും കോളെല്ലാം അടിച്ചു. അവരാകെ പേടിച്ചു. പക്ഷേ ആ പടകിൽ യേശുവും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് ചെയ്തത്. യേശു അവരുടെ സഹായകനായി അവരോട് കൂടെ നിന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെയും കൂടെ യേശു എപ്പോഴുമുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും, നമ്മൾ കളിക്കാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ വീട്ടിലെ വിവിധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം യേശുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. കാരണം അവൻ സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവവും കൂടിയാണ്. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അവനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവനെപ്പോഴും നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവം കൂടിയാണ്. അതെ, നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നമ്മുടെ കൂടെ നടക്കുക, നമ്മുടെ കയ്യിൽ പിടിച്ച് നമുക്ക് വേണ്ടതെല്ലാം തരിക, ഇതൊക്കെ എത്രയും വലിയ കാര്യമല്ലേ? എന്താ നീ ആഗ്രഹിക്കുന്നേ? എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടുകാർക്കും അതൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ഓക്കെ, ചിലപ്പം രാത്രി പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണും. ഒരു പക്ഷേ കറണ്ട് പെട്ടെന്ന് പോകും. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും, പപ്പയും മമ്മിയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവർ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവം നമ്മളെ കരുതുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. സ്കൂളിൽ പോകുമ്പോഴാട്ടെ,
അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോഴാട്ടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് സന്തോഷം. ഓക്കെ, ബൈ. നർമ്മവും നന്മയും കലർന്ന ഇന്നത്തെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയാലും ആയില്ലെങ്കിലും കത്തുകൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സന്തോഷവും ആനന്ദവും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.